ഹലോ ഡിയർ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഡിഗ്രി കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്. നിങ്ങൾ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറിഞ്ഞിരിക്കണം. അതിന് കണക്കായിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യം വരുന്നത് BSc മാത്തമാറ്റിക്സ് കോഴ്സാണ്. മാത്സ് നിങ്ങൾ പഠിക്കണമെങ്കിൽ +2 നിങ്ങൾ സയൻസ് സ്ട്രീമിൽ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സായിരിക്കണം. നിങ്ങളുടെ +2 ടോട്ടൽ മാർക്കും അതിൻ്റെ കൂടി മാത്സിൻ്റെ കൂടി മാർക്ക് ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫിസിക്സ് കോഴ്സാണ്. ഫിസിക്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 സയൻസിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് BSc കെമിസ്ട്രി. +2 സയൻസ് സ്ട്രീമിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായി പഠിച്ച് പാസ്സാവണം. സുവോളജി +2 സയൻസിൽ ബയോളജി ഒരു പേപ്പറായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ബോട്ടണി. +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ജിയോളജി ആണ്. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ജിയോഗ്രഫി ആണ്. +2 നിങ്ങൾ ജിയോഗ്രഫി, ജിയോളജി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഹോം സയൻസ്. +2 നിങ്ങൾ കെമിസ്ട്രി അല്ലെങ്കിൽ ഹോം സയൻസ് ഇതിലേതെങ്കിലും ഒരു വിഷയം പഠിച്ച് പാസ്സാവണം. സ്റ്റാറ്റിസ്റ്റിക്സ്. +2 നിങ്ങൾ ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച് പാസ്സാവണം. പോളിമർ കെമിസ്ട്രി. +2 നിങ്ങൾ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ബയോ കെമിസ്ട്രി. +2 ബയോളജി ഓർ കെമിസ്ട്രി പഠിച്ച് പാസ്സാവണം. സൈക്കോളജി. +2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇതിലേത് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഓൾറെഡി സൈക്കോളജി ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് +2 നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചിട്ടുള്ളവർക്ക് ഒരു വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് മൈക്രോബയോളജി. +2 ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ഫുഡ് ടെക്നോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് +2 പഠിച്ചിരിക്കണം. അടുത്തത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണ്. ആദ്യത്തത് എക്കണോമിക്സ് ആണ്. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാവുന്നതാണ്. പക്ഷേ +2 എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഹിസ്റ്ററി. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും ഹിസ്റ്ററി അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇസ്ലാമിക് ഹിസ്റ്ററി. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഈ 3 കോഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് BA ഇംഗ്ലീഷ് ആൻഡ് ഫിലോസഫി. ഈ 2 കോഴ്സിനും +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ +2 നിങ്ങൾക്ക് ലഭിച്ച ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ മാർക്കിന് ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കുന്നതാണ്. മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, തമിഴ്, അറബിക്ക് ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ +2 ഏത് സ്ട്രീം എടുത്താലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കൊമേഴ്സിൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻസ്, ബിസിനസ് ഇൻഫോർമേഷൻ സിസ്റ്റംസ്, BCom മാർക്കറ്റിംഗ്, ടാക്സേഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് ഈ സ്പെഷ്യലൈസേഷൻ ഏതെടുത്താലും +2 സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 45% മാർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ +2 ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിട്ടുള്ളവർക്ക് 15% വെയിറ്റേജും ഉണ്ടായിരിക്കുന്നതാണ്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടൻസിയുടെ മാർക്ക് കൂടി പരിഗണിക്കുന്നതാണ്. സോ ബേസിക്കലി BCom കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്റ്റുകൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 കൊമേഴ്സ് എടുത്തവർക്കായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുക. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മറ്റ് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് BA മ്യൂസിക്, BPA കോഴ്സുകളാണ്. BPA വോക്കൽ, വീണ, വയലിൻ, മൃദംഗം. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ +2 മാർക്കിന് പുറമെ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്.
അടുത്തത് ഡാൻസ് ആണ്. ഡാൻസിനും ഏത് സ്ട്രീം എടുത്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്, പക്ഷെ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. അടുത്തത് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കോഴ്സാണ്. +2 നിങ്ങൾ ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. അടുത്തത് എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. ഈ കോഴ്സ് പഠിക്കുന്നതിന് നിങ്ങൾ +2 ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ബയോ കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. +2 നിങ്ങൾ ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. അടുത്തത് ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. +2 നിങ്ങൾ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. അടുത്തത് കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. +2 കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. BA മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ +2 ഏത് സ്ട്രീമിലായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 ജേർണലിസം പഠിച്ചിട്ടുള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. +2 ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മലയാളവും ജേർണലിസവും പഠിച്ചിട്ടുള്ളവർക്ക് 50% മാർക്ക് അഡീഷണലായിട്ട് കിട്ടുന്നതാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഏത് സ്ട്രീം എടുത്ത് പഠിച്ചിട്ടുള്ളവർക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൊമേഴ്സ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ്. +2 ഏത് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 കൊമേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 45% മാർക്ക് ഉണ്ടാവേണ്ടതാണ്. നെക്സ്റ്റ് ബയോടെക്നോളജി. ബയോടെക്നോളജി പഠിക്കാനായിട്ട് +2 കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് +2 പാസ്സാവണം. ഇലക്ട്രോണിക്സ്, ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് +2 പാസ്സാവണം. BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇൻഫോമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ച് പാസ്സാവണം. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA. +2 ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BMS ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. +2 ഏത് സ്ട്രീം ആയാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് BSW ആണ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. +2 ടോട്ടൽ 45% മാർക്ക് ഉണ്ടാവേണ്ടതാണ്. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം, പക്ഷേ ടോട്ടൽ 45% മാർക്ക് വേണം. BVOC ട്രാവൽ ആൻഡ് ടൂറിസം. +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. BVOC ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BVOC ഫുഡ് പ്രോസസ്സിംഗ് +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BA എക്കണോമിക്സ് ആൻഡ് മീഡിയ സ്റ്റഡീസ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BA എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. +2 മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ. +2 ഏത് സ്ട്രീം എടുത്താലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BCom അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BSc മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. +2 മാത്തമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. BSc ഫിസിക്സ്. +2 നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവണം. സോ ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഡിഗ്രി കോഴ്സുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടം അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്.